ഒളിമ്പിക്സിനെത്തുന്നവർക്കുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ആതിഥേയ രാജ്യമായ ഫ്രാൻസ്. ഒളിമ്പിക്സ് വില്ലേജിന്റെ വിശേഷങ്ങൾ കാണാം. 2024 ഒളിമ്പിക്സ് പാരീസിലാണെന്ന പ്രഖ്യാപനം വന്നതു മുതൽ തുടങ്ങിയതാണ് വില്ലേജിന്റെ ഒരുക്കങ്ങൾ. 14,250 അത്ലറ്റുകൾക്കും പരിശീലകർക്കുമുള്ള താമസ സൗകര്യം 5 മാസം മുൻപ് തന്നെ തയ്യാറായി. ₹1,500 കോടി രൂപയോളം ചെലവിട്ടാണ് 53 ഹെക്ടർ സ്ഥലത്ത് ഒളിമ്പിക്സ് വില്ലേജ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ 7 ഹെക്ടറിൽ പൂന്തോട്ടവും പാർക്കും, 82 കെട്ടിടങ്ങൾ, 3000 അപ്പാർട്ട്മെന്റുകൾ, 7,200 മുറികൾ. ഏഷ്യൻ അടുക്കള, ആഫ്രിക്കൻ അടുക്കള എല്ലാം വെവ്വേറെയുണ്ട്. പച്ചക്കറി വിഭവങ്ങളാണ് ഏറെയും. വറുത്തവയ്ക്ക് വില്ലേജിൽ ഇടമില്ല. ദിവസവും 40,000 പേർക്കുള്ള ഭക്ഷണം ഒരുക്കും. 3,500 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പാർട്ട്മെന്റുകളിൽ ഭക്ഷണം പാകം ചെയ്യാനാകില്ല. എന്നാൽ 2 റെസ്റ്റോറന്റുകളും ഫുഡ് ട്രക്കുകളും വില്ലേജിൽ പ്രത്യേകമുണ്ടാകും. ഒളിമ്പിക് വില്ലേജിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ലൗണ്ടറി, സൂപ്പർ മാർക്കറ്റ്, പോലീസ് സ്റ്റേഷൻ, സലൂൺ, ജിം, നോൺ ആൽക്കഹോളിക് ബാർ, പോസ്റ്റ് ഓഫീസ്, പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ, മത്സരവേദികളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഇലക്ട്രിക് ബസ്, വില്ലേജിനുള്ളിലെ സഞ്ചാരത്തിനായി സൈക്കിളുകൾ തുടങ്ങി എല്ലാമുണ്ട് ഇവിടെ. കാർഡ്ബോർഡ് കൊണ്ടാണ് ഒളിമ്പിക് വില്ലേജിലെ കട്ടിലുകൾ. കാർബൺ ബഹിർഗമനം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി എയർ കണ്ടീഷണറുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. നഗരത്തിൽ നിന്ന് 9 കിലോമീറ്റർ മാറി സെൻ നദിയുടെ കരയിൽ 3 ഗ്രാമങ്ങളിലായാണ് ഒളിമ്പിക് വില്ലേജ് പണിതത്. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ പാരാലിമ്പിക്സിനെത്തുന്ന 8,000-ഓളം പേർക്ക് ഈ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. ഒളിമ്പിക്സ് ഡെസ്ക്, അമൃത TV.